ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് അന്നത്തെ കൂലി വാങ്ങിച്ച് തിയേറ്ററിൽ പോകുന്ന ആൾക്കും അത് എന്റർടൈനിങ് ആയിരിക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എഴുത്ത് സമയത്ത്? ഇപ്പൊ ബ്രോ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ മൈഡിയർ കുട്ടിച്ചാത്താനൊക്കെ എക്സ്പ്ലോർ ചെയ്ത അല്ലെങ്കിൽ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവര് കാണാത്തതായിട്ടൊന്നും ഇല്ല, അവരെ അനുഭവിക്കാത്തതായിട്ടുള്ള സിനിമകളൊന്നും ഇല്ല. അപ്പൊ അത് തന്നെയായിരുന്നു കോൺഫിഡൻസ്. ബാക്കി നമ്മുടെ ഓഡിയൻസിനെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് തന്നെയായിരുന്നു. ഇപ്പം റേസ് അഗെയിൻസ്റ്റ് ടൈം എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ ആയിരുന്നു വേഗമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും അങ്ങനെ കുറച്ച് മാറിയിട്ടുള്ള സ്ഥിരം വാർപ്പ് മാതൃകകളിൽ നിന്ന് മാറിയിട്ടുള്ള സിനിമകൾക്ക് വിനീതേട്ടൻ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വിജയപരാജയങ്ങളുടെ ഒക്കെ അപ്പുറത്തെ ആ ഒരു അറ്റംപ്റ്റിന് കൈ കൊടുക്കപ്പെടും. എഫണ്ട് ഉൾപ്പെടെ അതൊരു സ്ഥിരം പ്രശ്നപരിഹരണം ക്ലൈമാക്സ് ഉള്ള സിനിമയല്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ കരിയറിന്റെ അടുത്ത ഘട്ടം എന്നാണോ ആലോചിക്കുക, ഫോർ ദ ഗുഡ് സേക്ക് ഓഫ് സിനിമ അങ്ങനെയാണോ ആലോചിക്കുക? രണ്ടുമല്ല, ഞാൻ ആലോചിക്കുക എൻ്റെ പ്രേക്ഷകൻ, അതായത് ഞാൻ അൾട്ടിമേറ്റ്ലി ഒരു ഭയങ്കര ഫിലിം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകനാണ്. കാരണം ഒരു എല്ലാ സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ കാണാറുണ്ട്, എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമ കണ്ടാൽ ആ ദിവസം ഭയങ്കര ഹാപ്പി ആവുന്ന അല്ലെങ്കിൽ നല്ലൊരു ദിവസമായി മാറുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രേക്ഷകൻ അല്ലെങ്കിൽ എനിക്ക് ആ കഥ പറയുമ്പോൾ എത്രമാത്രം ആ സിനിമ കാണാൻ പറ്റുന്നുണ്ട് ആ കഥയിൽ, അല്ലെങ്കിൽ അത് എത്രമാത്രം സ്ക്രീനിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് എന്നിലെ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേൾഡ് സിനിമകളുടെ ഒരു എക്സ്പോഷർ കിട്ടിയതുകൊണ്ട്, ചെറുപ്പം തൊട്ട് നമുക്ക് അത്തരം സിനിമകൾ കാണാൻ പറ്റിയതുകൊണ്ട്, ഒരുപക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടുമായിട്ട് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് പിക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ത്വര വരും. അപ്പോൾ അതുമാത്രമാണ്, അല്ലാതെ അങ്ങനെ സിനിമക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ എനിക്ക് അർത്ഥമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന സിനിമ ഏത് ലെവലിലേക്ക് പോകും. ഇപ്പോൾ ഒരു കഥ പറയുന്ന സമയത്ത് നമ്മൾ കൺസീവ് ചെയ്യുന്ന, ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു മേക്കർ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, അല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ കണ്ട സിനിമകളുടെ, നമ്മൾ വായിച്ച പുസ്തകങ്ങളുടെ ഒക്കെ ഒരു വിഷ്വലുകൾ നമ്മുടെ തലയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരാളൊരു കഥ പറയുമ്പോൾ നമ്മൾ കൺസീവ് ചെയ്യുന്ന ഒരു രീതിയിൽ, പക്ഷെ അതായിരിക്കില്ല ചിലപ്പോൾ സിനിമ അൾട്ടിമേറ്റ്ലി പുറത്തു വരുമ്പോൾ. കാരണം അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരു കൊളാബറേറ്റീവ് ആർട്ടാണല്ലോ സിനിമ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചതിന് മേലെ ചില സിനിമകൾ വരും, നമ്മൾ ഉദ്ദേശിച്ചതിന് താഴെ വരും. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ സംഭവം എന്ന് പറയുന്നൊരു സിനിമ ഒരു കഥയുമായിട്ട് ഐഡിയയുമായിട്ട് ജിത്തു വരുമ്പോൾ, ജിത്തുവിൻ്റെ കയ്യിൽ ഒരു പ്രൊഫൈലുണ്ട്, സംഭവം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് കൂടും. അതായത് ഈ മേക്കറിന് ഓക്കെ കഥ പറയുമ്പോൾ അത് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പൊ സംഭവം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം കാണിച്ചിട്ട് നേരെ ഒരു റൊമാൻറ്റിക് ഫിലിമാണ് ജിത്തു പറയുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ഡൗട്ട് ചെയ്യും. കാരണം ജിത്തുവിന്റെ റൊമാൻസ് ഇപ്പൊ എനിക്കറിയാം, അന്ന് എനിക്കറിയില്ല, ആദ്യം പറയും. അപ്പൊ അത്തരത്തിലുള്ള ചില വിശ്വാസക്കുറവ് നമുക്ക് ചില ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ പറയുമ്പോൾ നമുക്ക് അങ്ങനെ വരും. അപ്പൊ ഈ ഐഡിയ പറയുമ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ ജിത്തു ഷോർട്ട് ഫിലിം ഇല്ലായിരുന്നെങ്കിൽ, പക്ഷെ ജിത്തുവിന് ഈ ബുദ്ധിയുണ്ട്. കാരണം ജിത്തു ആദ്യമേ തന്നെ ഷോർട്ട് ഫിലിം ഉണ്ടാക്കി എന്നോട് കഥ പറയാൻ വരുമ്പോഴും നമ്മുടെ ഈ സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് ടെക്നീഷ്യൻസിനൊക്കെ വിളിക്കുമ്പോഴും ആദ്യം ഈ ഷോർട്ട് ഫിലിം ഒന്ന് കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ട്രസ്റ്റ് കൂടും. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ബിലീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഇതുപോലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് കൂടെ നിൽക്കും. ഇപ്പം ഇതിനകത്ത് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ബ്ലഡ് ഓവർ സൗണ്ട്, അത് വന്നാലാണ് അവിടെ പ്രശ്നം കലുഷിത. ഒരു സെക്കൻഡ്, നീ നേരത്തെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ റെഡ് റെയിൻ പറഞ്ഞില്ലേ, രാഹുൽ ആക്ച്വലി അന്ന് ആ സിനിമയുടെ ഐഡിയയുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്കത് ഈ പറയുന്ന ഏലിയൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ മലയാള സിനിമയിൽ അത് എത്രമാത്രം കൺവിൻസിങ് ആവും, അല്ലെങ്കിൽ അത്തരം ഐഡിയകൾ എങ്ങനെ, പുതിയ ഇൻഫർമേഷൻ ആണ്. അല്ല എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയില്ലായിരുന്നു രാഹുൽ അന്ന് എൻ്റെ അടുത്ത് വന്ന കാര്യം. ഞാൻ ഈ ബ്രഹ്മയുഗം കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് രാഹുലിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യുമ്പോഴാണ് രാഹുലിന്റെ പേര് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ആ സിനിമയും ആ ഐഡിയ ആയിട്ട് റെഡ് റെയിൻ രാഹുൽ അല്ല, റെഡ് റെയിൻ എന്നല്ല, അന്ന് UK എന്നാണ് രാഹുൽ വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ഞാനത് ചെയ്തു വെച്ചത്. പിന്നെ രാഹുലിനെ കാണുമ്പോൾ ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ആലോചിക്കുന്ന അദ്ദേഹം അത് ചേസ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കി. അങ്ങനെയുണ്ട് ചില മേക്കേഴ്സ്, ചില ആക്ടേഴ്സിനൊക്കെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അവര് ഒരേ പാറ്റേൺ ഓഫ് ഐഡിയ തന്നെയായിരിക്കും അവർ ഹിറ്റ് ചെയ്യുക, പക്ഷെ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു മൊമെന്റ് വരും, അവിടെ അവർ പിടിക്കും ആ പരിപാടി. അത് എനിക്ക് ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും ഈ ജെയിംസ് വാൻ സൈഡിലേക്കൊക്കെ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് ജെംസ് കയറൊക്കെ വെച്ചിട്ട് കുറച്ച് സ്ലാഷർ ജോണിൽ അങ്ങനത്തെ അറ്റംപ്റ്റുകളൊക്കെ നടത്തും. എൻ്റെ ഹെറിഡിറ്ററൊക്കെ പോലെ ഒരു 7 കഥയുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തു തീർക്കും. അങ്ങനെ ഇതിനെ ഒരു രീതിയിലും പുള്ളിക്ക് കൊമേഴ്ഷ്യലൈസ് അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതിനെ ആള് കാണുന്ന, അതായത് ബാക്കിയുള്ളവർക്ക് കൂടി അപ്പീലിംഗ് ആക്കുന്ന രീതിയിലാക്കണം, അങ്ങനത്തെ സ്വഭാവം. അതാ പറഞ്ഞ ഒരു ജോണർ എടുത്തിട്ട് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ. ഇപ്പൊ ജിത്തു ആക്ച്വലി സംഭവം അദ്ദേഹം ഒന്നെന്ന് പറയുന്നത് സിനിമ ചെയ്യുന്നതിന് മുമ്പ്
ഈ ടൈപ്പ് ഓഫ് ടൈം ലൂപ്പിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ മൾട്ടിവേഴ്സിൽ വന്നിരിക്കുന്ന അവന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സിനിമകളും സീരീസും കണ്ട് അതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടൊരു ഇന്ത്യൻ മിത്തോളജി എന്നൊരു ക്യാരക്ടറിനെയും കൂടെ അതിനകത്തേക്ക് പ്ലേസ് ചെയ്തിട്ട് ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ട് കഥ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ തോട്ടം. അപ്പോൾ അത്തരത്തിൽ ഒരേ ജോണറിൽ അല്ലെങ്കിൽ ഒരേ സാധനത്തിൽ നമ്മൾ പറയില്ലേ ഒരേ സ്ഥലത്ത് കുത്തി കുത്തി കുഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ അവസാനം വെള്ളം കിട്ടും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സ്പേസിൽ തന്നെ നിൽക്കുക. ഇപ്പൊ ഞാൻ ആസ് എ മേക്കർ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആക്ച്വലി ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനിക്ക് അങ്ങനെയാണ് അത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നത്. അങ്ങനെയും പറയാൻ പറ്റില്ല. ഞാനത് അങ്ങനെ ഒരാളെയും ഞാൻ ഫോളോ ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് ആ പോയിന്റിൽ എന്താണോ ഹൈ കിട്ടുന്നത്. ഇപ്പോൾ ഒരു കഥ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അടുത്തൊരു സബ്ജക്റ്റ് ആലോചിക്കുമ്പോൾ നമുക്ക് ഹൈ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതിൽ ഒരു പ്രത്യേക ജോണർന്നോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡിങ് ഞാൻ പലപ്പോഴും ഉദ്ദേശിച്ചിട്ടില്ല. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളുടെ ആസ് എ ഫിലിം മേക്കർ നമ്മൾ രജിസ്റ്റർ ആവാൻ. മറ്റേത് എളുപ്പമുണ്ട്. നമ്മൾ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ സിഗ്നേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ജിത്തു പറയുന്ന പല ഐഡിയാസ്. ജിത്തു ഇപ്പോൾ ഇതിനകത്ത് അന്തരീക്ഷം മൊത്തത്തിൽ മാറി മറിയുന്ന ഇതിന് കാരണമാവുന്ന 2 കാര്യങ്ങളുണ്ടല്ലോ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന. ഒന്ന് ബ്ലഡ്, പിന്നെ ഒന്ന് ഓവറായിട്ടുള്ള സൗണ്ട്. ഇത് രണ്ടും തന്നെ ചൂസ് ചെയ്തതിന് പെക്യുലിയർ കാരണമുണ്ടോ? ദാറ്റ് ഇപ്പൊ കണ്ണീരോ അല്ലെങ്കിൽ വിയർപ്പോ അങ്ങനെ എന്തെങ്കിലും കൂടി, അല്ലെങ്കിൽ ചിരി അങ്ങനെ എന്തെങ്കിലും കൂടി എന്താ ആലോചിക്കാൻ? ഈ 2 കാര്യം തന്നെ ആലോചിക്കാൻ സ്പെസിഫിക് റീസൺ ഉണ്ടോ? അങ്ങനെ സ്പെസിഫിക് റീസൺ ഇല്ല ബ്രോ. കാര്യം ഇപ്പം മറ്റേ കണ്ണീരും ഇതും പറയുമ്പോൾ വേർപ്പൊക്കെ ശരിക്കും നാച്ചുറലി ആറ് കയറിയാലും വരുന്നൊരു സാധനമാണല്ലോ. ഇത് പ്രത്യേകിച്ച് ഒരു ഇവന്റ് ഉണ്ടാകുമ്പോഴാണല്ലോ ബ്ലഡ് വീഴുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുകയോ. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ചെന്നുള്ളൂ. പിന്നെ ആ ബാക്ക് സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി. അത് കുറച്ച് ഫിക്ഷൻ ആണ്, കുറച്ച് ഇതേപോലെ ചേട്ടൻ പറഞ്ഞ പോലെ മിത്തോളജിയിൽ നിന്ന് എടുത്തതാണ്. അതുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ബ്ലഡും സൗണ്ടും അങ്ങനെ തന്നെ വന്നതാണ്. ഇപ്പൊ ഇതിന് ചുറ്റും ഈ ടൈം ലൂപ്പ് കോൺസെപ്റ്റിന് ചുറ്റും ഒരു ഹൊറർ സിനിമയുടെ ഒരു ആവരണം കൂടി ഉണ്ടല്ലോ ഈ സിനിമയ്ക്ക്. അതാണ് ഇപ്പൊ സാധാരണക്കാരന്റെ ആയാലും ഒരു ക്യാഷ് പോയിന്റ്. അതായത് ഇപ്പൊ ചിമ്പു വന്നിട്ട് ഒരു ടൈം ലൂപ്പ് പടം ചെയ്യുന്നതായിരുന്നു മാനാടിന്റെ രസം. ടൈം ലൂപ്പ് പടം ഇപ്പൊ അവിടെ വേറെ ഏതെങ്കിലും ഒരു ആക്ടറാ ചെയ്തിരുന്നെങ്കിൽ അത്രയും മറക്കാവില്ല. അത്രയും പോപ്പുലർ ആയിട്ടൊരു ആക്ടർ ഫൈറ്റും ഡാൻസും ഒക്കെ ചെയ്യുന്ന, കോമഡി ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടർ വന്നിട്ട് ഒരു ടൈം ലൂപ്പിൽ വന്ന് ഫിറ്റും ചെയ്യുമ്പോഴാണ് അത് പുതിയൊരു കാര്യമാണ്. അതുപോലെ ഇതിനകത്ത് ആ ജനറൽ എലമെന്റ് വാസ് ഹൊറർ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഹൊറർ എലമെന്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൈറ്റിംഗ് പോയിട്ടുണ്ടായിരുന്നു. അതിനകത്തും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജംപ് സ്കെയർ ഒഴിവാക്കാൻ അല്ലെങ്കിൽ സ്ഥിരം ക്ലീഷകളുണ്ടല്ലോ ഈ കുട്ടികളുടെ കരച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവ്വ ശ്രമം നടത്തിയിട്ടുണ്ടോ? അല്ല, മീൻസ് ഇതേപോലെ ഹൊറർ വന്നം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒന്നും വർക്ക് ചെയ്തില്ല നമ്മൾ. ഇപ്പൊ പറഞ്ഞ പോലെ മിസ്റ്ററി ആണ്, കൂടുതലും മിസ്റ്ററിയിലാണ് നമ്മൾ കുറച്ച് ഫോക്കസ് ആയി പോയത്. അപ്പൊ മിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്ത് പോണ സമയത്ത് അതിന്റെ കൂടെ എന്താ പറയാ ഇന്ന സ്ഥലങ്ങളിൽ വന്നു ചേരുന്ന എലമെന്റ്സ് ആയിട്ടാണ് ഹൊറർ വന്നത്. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയണ സമയത്ത് ഇപ്പൊ സ്പോയിലറായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു പോയിന്റ് വരെ ഇതൊരു ഹൊറർ ആണെന്ന രീതിയിൽ ഓഡിയൻസിനെ ഒന്ന് വിശ്വസിപ്പിക്കാമെന്ന രീതിയിൽ സെക്കൻഡ് റൈറ്റിംഗിലോട്ട് പോയപ്പോൾ, അതായത് ഇപ്പം ഷോർട്ട് ഫിലിം കണ്ട ആൾക്കാർക്ക് അറിയാം ഇത് എന്താ പറയാ ഇതല്ല പരിപാടി എന്നുള്ളത്. പക്ഷേ അല്ലാതെ കാണുന്ന ആൾക്കാർക്ക് ഇവിടെ എന്താണ് ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഈ കാർഡിനകത്തൊരു പ്രശ്നമുണ്ട്, അതെന്ത് പ്രശ്നമാണെന്നുള്ള സാധനം ഒരു ഫസ്റ്റ് ഹാഫ് വരെയെങ്കിലും ഷോർട്ട് ഫിലിം കാണാത്തൊരു ഓഡിയൻസ് അതേപോലെ ഹൊറർ എലമെന്റ് ആണ് എന്ന് വിശ്വസിച്ചോട്ടെ എന്നുള്ള സാധനം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി.